തൃപ്പൂണിത്തുറ MLA കെ ബാബുവിന് ആശ്വാസം. കെ ബാബുവിന്റെ വിജയം എപ്പോഴും ചോദ്യം ചെയ്ത LDF സ്ഥാനാർത്ഥിയായിരുന്ന M സ്വരാജ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. കെ ബാബുവിന്റെ വിജയം അസാധുവാക്കി തന്നെ വിജയിയെ പ്രഖ്യാപിക്കണമെന്നായിരുന്നു സ്വരാജിന്റെ ആവശ്യം. വിധിയിൽ സന്തോഷമെന്ന് കെ ബാബു വ്യക്തമാക്കി. വിചിത്രമായ വിധിയെന്ന് M സ്വരാജും പറഞ്ഞു. ശബരിമല അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ച് തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിൽ വോട്ട് പിടിച്ച MLA കെ ബാബുവിന്റെ വിജയം അസാധുവാക്കി തന്നെ വിജയായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് M സ്വരാജ് നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് PG അജിത് കുമാറിന്റെ ബെഞ്ച് തള്ളിയത്. വീടുകളിൽ വിതരണം ചെയ്ത സ്ലിപ്പിൽ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയ്ക്കൊപ്പം അയ്യപ്പന്റെയും ഫോട്ടോയും വെച്ച് നൽകിയെന്നായിരുന്നു ആരോപണം. കെ ബാബു തോറ്റാൽ അയ്യപ്പൻ തോൽക്കുന്നതിന് തുല്യമാണെന്ന പേരിൽ മണ്ഡലത്തിൽ പ്രചാരണം നടത്തി. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നായിരുന്നു സ്വരാജിന്റെ ആക്ഷേപം. എന്നാൽ അയ്യപ്പന്റെ പേരിൽ വോട്ട് പിടിച്ചിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് കാലത്തോ തൊട്ടടുത്ത ദിവസങ്ങളിലോ ഇത്തരം പരാതി LDF ഉയർത്തിയിട്ടില്ലെന്നുമായിരുന്നു ഹൈക്കോടതിയിൽ കെ ബാബുവിന്റെ വാദം. അതേസമയം ഹൈക്കോടതി വിധി സന്തോഷം നൽകുന്നതായി കെ ബാബു മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ജനകീയ കോടതി എന്നെ വിജയിപ്പിച്ചു. ഇപ്പൊ നീതിന്യായ കോടതിയിൽ നിന്ന് സത്യം കണ്ടെത്തിയിരിക്കുകയാണ്. ഇനിയെങ്കിലും ഈ അനാവശ്യ വ്യവഹാരങ്ങൾ അവസാനിപ്പിച്ച് കോടതി വിധിയും അതുപോലെ തന്നെ ജനങ്ങളുടെ വിധിയെഴുത്തും മാനിക്കാൻ ഇടതുപക്ഷ മുന്നണിയും ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയും തയ്യാറാകണം. കേരളത്തിലെ UDFനും ആവേശം പകരുന്ന ഒരു വിധിയാണ്. എന്നാൽ ഹൈക്കോടതിയുടേത് വിചിത്രമായ വിധിയെന്നായിരുന്നു M സ്വരാജിന്റെ പ്രതികരണം. എല്ലാ തെളിവുകളും കോടതിയുടെ മുൻപാകെ ഞങ്ങൾ കൊണ്ടുവന്നതാണ്. കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതാണ്. പക്ഷേ വിധി മറിച്ചാണ് ഉണ്ടായത്. ഈ വിധി വളരെ വിചിത്രമായിട്ടുള്ള ഒരു വിധിയാണ്. ജനം, കൊച്ചി.